ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻട്രോയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഏപ്രിൽ 3 എൻ്റെ മോൾക്ക് 2 വയസ്സ് ആയിട്ടുണ്ട്. മോളെ പേര് ജുവാന. ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും പേര് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആൾക്ക് 2 വയസ്സായിട്ടുണ്ട് ഇന്നലെ. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നല്ല ബിസി ആയിരുന്നു. ബിരിയാണിയും സേമിയ പായസമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ തലശ്ശേരി ദം ബിരിയാണി അടുപ്പിൽ വെക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിലോ മറ്റോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും അത് തന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമൊക്കെ ഉള്ളതുകൊണ്ട് വിറകടുപ്പ് തന്നെ ശരണം. പിന്നെ അധികം ആളെയൊന്നും വിളിച്ചിട്ടില്ല. ഞങ്ങൾ അടുത്ത കുടുംബക്കാരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളൂ. ചെറിയ രീതിയിൽ ആഘോഷിച്ചു, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തലശ്ശേരിയിൽ ഇങ്ങനെയാണ് കേട്ടോ ദമ്മടിയ കനലൊക്കെ ചെമ്പിൻ്റെ മൂടീൻ്റെ മുകളിലിട്ടിട്ട്. അപ്പോൾ ആ പരിപാടി അവിടെ നടക്കുന്ന നേരത്ത് ഞാൻ വിചാരിച്ചു മേശ വിരിപ്പൊന്ന് പുതിയതാണ്, അതൊന്ന് മര്യാദയ്ക്കൊന്ന് വിരിച്ചു വെക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മോള് താഴെയുണ്ട്. ആൾ വന്നിട്ട് ട്രൈപ്പോണ്ട് വല്ലാണ്ട് ഇളക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ ആ പരിപാടി അവിടെ നിർത്തിവെച്ചു. വൈകുന്നേരം ശരിയാക്കാമെന്ന് വിചാരിച്ചു നിന്നു. അപ്പോൾ കുറച്ചാളെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ബലൂണും സാധനങ്ങളൊക്കെ തൂക്കാൻ ഞാൻ മാമൻ്റെ മോളെയാണ് ഏർപ്പാടാക്കിയത്. ആൾ കുറച്ച് ലേറ്റാവുമെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനും എൻ്റെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ബലൂണൊക്കെ കണ്ടപ്പോൾ ആൾക്കത് വേണം, എല്ലാം എടുക്കുന്നത്. ഞാൻ എന്താണോ എടുക്കുന്നത് അതൊക്കെ അവൾക്കും വേണം. പിന്നെ ഞാൻ ആ പരിപാടി അവിടെ വെച്ച് പിള്ളേർ വന്നിട്ട് അവർ തന്നെ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മാമൻ്റെ മോളും അവളെ കസിനുമാണ് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്തത്. ഞാൻ കുറച്ച് സഹായം ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് മോളെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല മെലിഞ്ഞിട്ടാണ്, ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 2 കൊല്ലം എത്ര പെട്ടെന്നാണ് പോയത്. ഇനി എല്ലാവരും കമൻ്റ് ഇട്ടോളൂ നിമ്മീനെ പോലെ തന്നെ ഉണ്ടെന്ന്. നിങ്ങളെല്ലാ വീഡിയോയിലും മോളെ വീഡിയോയിലും പറയുന്ന കാര്യമാണത്. അപ്പോൾ മോശമില്ലല്ലേ ഡെക്കറേഷനൊക്കെ? ഞാനിത് എവിടെ നിന്നായിരുന്നു? ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്ത് വാങ്ങിയത്. പിന്നെ എൻ്റെ മോളെ നല്ല സ്വഭാവമാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് തല പൊന്തിച്ച് നോക്കിയേ ഇല്ല. അപ്പോൾ ആളെ ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു വരുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണേ. കൊള്ളാവോ ഡ്രസ്സ്? ആളുടെ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ വിളിച്ചവരെല്ലാം വന്നേരം ഞാൻ വേഗം പോയിട്ട് കേക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ കേക്കിനൊക്കെ ഓർഡർ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, അവർ വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് അമ്മേൻ്റെ മാമൻ്റെ മകൻ്റെ ഭാര്യ. കുറച്ച് ഷെയ്ക്കിങ് ഉണ്ടാകും. ട്രൈപ്പോഡിൽ ഞാൻ ഫോൺ വെച്ചിട്ടില്ല. പിന്നെ അവിടെ വീഡിയോ കോളിലുള്ളത് മോളെ അച്ഛനാണ് കേട്ടോ. പ്രവാസികൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ കുട്ടീൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റൂ, ഒരുമിച്ചില്ല. പിന്നെ ഒരു നിമിഷം ഞാൻ മറന്നു പോയിട്ടുണ്ട്, ഇത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒരു സൈലൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ പറയാം ഒന്ന് കയ്യടിക്കടാ, എന്തായത് അവാർഡ് സിനിമ പോലെ കയ്യടിക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്ന് ഏട്ടൻ്റെ മോനെ തട്ടുക ചെയ്തത്. അപ്പോൾ മോൾക്ക് ടി വിയിൽ ഇങ്ങനെ കേക്ക് മുറിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്ന കേൾക്കുന്നതുകൊണ്ട് ആൾക്ക് അറിയാം ഇതെന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് അറിയാം. അതുകൊണ്ട് കരച്ചിലൊന്നുമില്ല. അല്ലെങ്കിൽ ഫുൾ ടൈമും വാശിയും കരച്ചിലാണ്. ആ സമയത്ത് എന്തോ കരച്ചിലൊന്നുമില്ല. കേക്കാണെങ്കിൽ അതാ കത്തിയാണ്, മരത്തിൻ്റെ കത്തിയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ക്രീം മാത്രം നക്കി തന്നിട്ടുണ്ട്. ഞാനിതിൽ ഞങ്ങളെ വോയിസ് മ്യൂട്ടാക്കുന്നില്ല. നിങ്ങൾ കേട്ടോ തലശ്ശേരി ഭാഷ എങ്ങനെയാണ് എന്ന്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ വോയിസ് മ്യൂട്ടാക്കുന്നില്ല.
അപ്പോൾ വന്നവർക്കൊക്കെ എൻ്റെ ഫോട്ടോയിൽ നിൽക്കാൻ മടി. ഞാനിത് യൂട്യൂബിലെടുത്തിടുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും ഞങ്ങൾ നല്ല ഡ്രസ്സല്ല ഞങ്ങളെ കാണിക്കല്ലേ. അപ്പോൾ അവർക്കുള്ള പണിയാണിത്. എല്ലാവരും ഞാൻ പറ്റുന്ന എല്ലാവരെയും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും എല്ലാം കാണും ഈ വീഡിയോ. കുഴപ്പമൊന്നുമില്ല, അവർക്ക് ജസ്റ്റ് ഇതിൽ വരാൻ ഒരു ചെറിയൊരു നാണം. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, ഇതിൽ കിടക്കട്ടെ. അടുത്ത വർഷം എനിക്ക് മൂക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്ന്. പിന്നെ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് മോളെ, പിന്നെ കാണുന്ന നിങ്ങളും എൻ്റെ മോൾക്ക് വിഷസ് അയച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ ജുവ അല്ലെങ്കിൽ ജുവാന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ എടുത്തത്. ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.